പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത കേരളത്തിനെല്ലാം സുപരിചിതമായ ശ്രീ CR നീലകണ്ഠനാണ് നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ തിരുവനന്തപുരത്ത് ഒരു സീൻ, അതായത് ഒരു പോലീസ് വാഹനത്തെ ഒരു കാറിൽ ചേസ് ചെയ്ത് ഡിവൈഎഫ്ഐക്കാർ തടഞ്ഞു നിർത്തുന്നു. കേട്ടാൽ അറയ്ക്കുന്ന തരത്തിൽ അശ്ലീലം പദപ്രയോഗം SIക്കും CIക്കും നേരെ നടത്തുന്നു. എന്നിട്ട് അവർ കൂളായിട്ട് ഇറങ്ങിപ്പോകുന്നു. പിന്നീട് ഗത്യന്തരമില്ലാതെ അവർക്കെതിരെ കേസെടുത്തു, അറസ്റ്റ് ചെയ്ത ഒരു യാഥാർത്ഥ്യമാണ്. അതിന്റെ തൊട്ട് തലേ ദിവസം നമുക്ക് ഒരു ക്ഷേത്രോത്സവത്തിനിടെ കൊല്ലത്തുനിന്ന് പോലീസുകാരെ ആക്രമിക്കുന്നു. ഇതിനൊക്കെ നേതൃത്വം ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന സംഘടന നേതാക്കന്മാരാണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പരാജയമായി മാറിയോ? കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട 2 വകുപ്പുകൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും അതിലൊന്ന് ആഭ്യന്തരവും മറ്റൊന്ന് ആരോഗ്യവും. ഇപ്പം ആ 2 മന്ത്രിമാരാണല്ലോ നമ്മുടെ ചർച്ചയിൽ നിൽക്കുന്നത്. ആഭ്യന്തര വകുപ്പ് പരാജയമാണ് എന്ന് കേരളത്തിൽ പാർട്ടിക്കാർക്ക് പോലും നന്നായിട്ട് അറിയാം. ഇത് മാത്രമല്ല, നിരവധി സംഭവങ്ങളുണ്ട്. ഒരു പോലീസുകാരനെ മാളിലിട്ട് ഡിവൈഎഫ്ഐക്കാർ ആക്രമിക്കുന്ന ഒരു കേസ് നമ്മൾ കണ്ടു. ഇപ്പൊ നേരത്തെ പറഞ്ഞ അമ്പലത്തിലെ കേസ് കണ്ടു. ഇപ്പോൾ ഇന്നലെ തിരുവനന്തപുരത്ത് ഈ പറഞ്ഞ മാതിരി ചേസ് ചെയ്ത് പോയി പോലീസുകാരെ ആക്രമിക്കുന്നു. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതിൻ്റെ ഒരു കാരണം, ഇവരൊന്നും ഒരു കേസിലും പെടില്ല എന്ന് ഡിവൈഎഫ്ഐക്കാർക്ക് നന്നായിട്ട് അറിയാം. ഡിവൈഎഫ്ഐക്കാരും SFIക്കാരും കേസിൽപ്പെട്ടാൽ അവർ ഊരാൻ അവർക്കറിയാം. നമ്മൾ ഓർക്കുന്നുണ്ടാവും, 2 പേര് BSc റാങ്ക് ലിസ്റ്റിൽ നോക്കി എഴുതി കോപ്പി അടിച്ചു പിടിച്ചു, കയ്യോടെ പിടിച്ചു. പോലീസ് കോൺസ്റ്റബിൾ റൈറ്റിൽ അവരൊന്നും 2 റാങ്കുകാരായിട്ടൊക്കെ വന്നു. അവരുടെ വീട്ടിൽ നിന്ന് ആൻസർ പേപ്പറും ഒക്കെ കിട്ടി. എന്നിട്ടും അവരിപ്പോൾ എവിടെ ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമോ? ആ കേസ് എന്തായെന്ന് അറിയാമോ? പോലീസ് അതൊക്കെ വെറുതെ വിട്ടു. എല്ലാവരൊക്കെ പോയിട്ടുണ്ടാവും. അവർ ചിലപ്പോൾ പോലീസിൽ കയറിയിട്ടുണ്ടാവും, അടുത്ത ടെസ്റ്റ് എഴുതി. നമുക്കറിയില്ല. ചിലപ്പോൾ അടുത്തവണ നമ്മൾ ഇടിക്കാൻ വരുന്ന അവനായിരിക്കും. അതും പറയാൻ പറ്റില്ല. അതുപോലെ നിരവധി കാര്യങ്ങൾ, ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസ് മർദ്ദനങ്ങൾ, പോലീസിൽ ലോക്കപ്പ് മർദ്ദനങ്ങൾ ഒക്കെ തന്നെ നിരവധി കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് പോലെ തന്നെ നിരന്തരം ഒറ്റപ്പെട്ട നൂറുകണക്കിന് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഒരു പ്രശ്നമാകുന്നത്. ഇവിടെ SFI DYFI അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകൾ, ഞാൻ അവരൊന്നും SFI DYFI എന്നൊന്നും പറയില്ല. അതൊക്കെ ഒരു ഭരണഗുണ്ടകൾ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം SFI രാഷ്ട്രീയത്തിലൂടെ വന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് SFIക്കാരന് കയറി പോലീസിന് തല്ലാനൊന്നും ഭരിക്കുമ്പോൾ പോലും പറ്റില്ല. കാരണം അതൊന്നും അല്ല എൻ്റെ രീതി. രണ്ടാമത്, ഇവർക്ക് ഒരു രാഷ്ട്രീയം ഇല്ലല്ലോ. ഈ ഗുണ്ടായിസാണല്ലോ ആകെയുള്ള രാഷ്ട്രീയം. മൂന്നാമത്, മയക്കുമരുന്ന് വ്യാപകമായി നമ്മുടെ ഇടയിലുണ്ട്. ഇവൻ ലേശം ചെന്നാൽ മയക്കുമരുന്ന്, മദ്യം പിന്നെ എല്ലാവർക്കും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മയക്കുമരുന്ന് എല്ലാവർക്കും ഇപ്പോൾ കിട്ടുന്നുണ്ട്. ചെറുപ്പക്കാരുടെ ഉള്ളിൽ ഒരുതരം വലിയ വയലൻസ് ഉണ്ടായിട്ടുണ്ട്. ഈ കുട്ടികൾ ഒരു SFIയോ DYFIയോ എന്നൊക്കെ നിൽക്കട്ടെ, ആ കുട്ടികൾ ഇതിന് അടിമകളായിട്ടാണ് പോകുന്നത്. ഇത് ടെസ്റ്റ് ചെയ്യാനോ ചോദിക്കാനോ പറയാനോ ഒരാളും നമ്മുടെ നാട്ടിലില്ല. പോലീസിന് അതിനൊന്നുള്ള ധൈര്യമില്ല. പോലീസിൻ്റെ ഒരു ഗൺമാനാണ് ഒരിക്കൽ രക്ഷാപ്രവർത്തനം ആലപ്പുഴ നടത്തിയത്. ഈ മുഖ്യമന്ത്രിയുടെ മറ്റേ യാത്രയുടെ ഇടയിൽ ആളുകൾ ആകെ 2 കരിങ്കൊടിക്കാരേ ഉള്ളൂ, 10-15 പോലീസുകാർ അവിടെ ചെന്ന് ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഗവൺമെൻ ചൂരിലും ലാത്തിയായിട്ട് ചെന്ന് ഗവൺമെൻ്റെ വക അടി. പ്രൊമോഷൻ കൊടുത്തു, അത് കിട്ടും, സ്വാഭാവികം കിട്ടും. നാലാമത്, എന്ത് തെറ്റ് ചെയ്താലും പോലീസുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനൊരു തോന്നലുണ്ട്. ഇപ്പം നാളെ DYFIക്കാരെ അടിച്ചാലും പോലീസുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ പോലീസ് വേറെ തരത്തിൽ എല്ലാ ക്രിമിനൽ പോലീസുകളെയും സംരക്ഷിക്കുകയാണ്. പോലീസുകാരെല്ലാം ക്രിമിനലാന്നല്ല, ക്രിമിനലായ പോലീസുകാർ കുറച്ചുണ്ട് ഇതിൽ. അതിൽ സംഘപരിവാർ ബന്ധമുള്ളവരുണ്ട്, അതുപോലെയുള്ള ബന്ധമുള്ളവരടക്കമുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ അർത്ഥത്തിൽ വലിയ തോതിൽ പോലീസിൽ അസംതൃപ്തി ഉണ്ട്. ജനങ്ങൾക്ക് ഒരു വലിയ വിഭാഗത്തിനുണ്ട്. ഇപ്പോൾ പോലീസുകാരനെ മാളിലിട്ട് അടിച്ചപ്പോൾ കുറേ ആളുകൾ കോൺഗ്രസ്സുകാർ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്തു, DYFIക്കാർ അടിച്ചു. കാരണം എന്താ വെച്ചാൽ അവർ നല്ലോണം തല്ലി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുന്നകുളത്തെ അയാളുടെയൊക്കെ കാര്യം നമുക്ക് പറഞ്ഞാൽ അറിയാം. അയാൾ എത്ര ദിവസം അയാൾ അടിച്ച് CCTV ദൃശ്യം കിട്ടാൻ വേണ്ടി 2 കൊല്ലം നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു അയാൾക്ക്, പോലീസ് സ്റ്റേഷനിലെ CCTV. എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് ദയനീയമായ പരാജയമാണ്. അതിന് പ്രധാന കാരണം മുഖ്യമന്ത്രിക്ക് ഇതിൽ യാതൊരു നിയന്ത്രണവും ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ ആരോഗ്യപരമായ പ്രശ്നമാവാം, മറ്റ് തിരക്കുകളാവാം. എന്തായാലും P ശശിയുടെ ആഭ്യന്തരമാണ് നടക്കുന്നത്. P ശശിയുടെ ഒരു ഹിസ്റ്ററിയൊക്കെ നോക്കിയാൽ നമുക്ക് ക്രിമിനൽ ഹിസ്റ്ററി ഉള്ള ആളുകളാണ് ഇവർ പലരും, പലതരത്തിലെ ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ വലിയൊരു മാഫിയുണ്ട്. ഈ മാഫിയ പോലീസിൽ രൂപപ്പെടുന്നത്, അത് മണൽ മാഫിയ, കോറി മാഫിയ, പെണ്ണ് മാഫിയ, മയക്കുമരുന്ന് മാഫിയ, മദ്യം, എല്ലാവരും ഉണ്ട് അതിനകത്ത്. ഇതിലൊക്കെ പോലീസുണ്ട്. നമുക്കറിയാലോ, ഒരു ലോകോത്തര തട്ടിപ്പുകാരനെ എറണാകുളത്ത് കാത്തു നിന്നത്, സംരക്ഷിച്ചത് കേരളത്തിലെ DGPയും ADGPയും കൂടിയാണ്. മോൻസൺ മാവുങ്കലിനെ, ലോകോത്തര തട്ടിപ്പുകാരനെ. അവിടെ മോശയുടെ വടിയും പിടിച്ച് അല്ലെങ്കിൽ മറ്റേ ഇതൊക്കെ പിടിച്ചിരിക്കുന്നത് DGP ആണ്.
അയാൾക്ക് വല്ല കുഴപ്പമുണ്ടായോ? ഒന്നും ഉണ്ടായില്ല. എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ക്രിമിനൽ വൽക്കരിക്കപ്പെടുകയും ആ ക്രിമിനൽ വൽക്കരണം പാർട്ടിയിലും SFIയിലും അടക്കം വരികയും ഇവർക്ക് പോലീസിനെ ഒന്നും ഇവർക്കൊരു പേടിയും പേടിക്കേണ്ട, ഇവർക്കൊരു ശിക്ഷയും കിട്ടില്ല, പോലീസുകാർക്കും കുഴപ്പമില്ല. പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ വലിയ പ്രശ്നം ഉണ്ടായത് നമ്മൾ കേട്ടതാണ്. പല സമ്മേളനങ്ങളിലും SFIക്കാരൻ അടിച്ചതിനെതിരെ പ്രമേയം കൊണ്ടുവന്നപ്പോൾ അവിടെ തന്നെ തർക്കമായി. ഔദ്യോഗിക വിഭാഗവും ഇതര വിഭാഗവും തമ്മിലുള്ള തർക്കം ഉണ്ടായി. അപ്പൊ ചുരുക്കത്തിൽ കുത്തഴിഞ്ഞ എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ മോശപ്പെട്ടൊരു വാക്കാണ്. താറുമാറായി തകർന്നടിഞ്ഞ ഒരു പോലീസ് സംവിധാനം അവിടെ ഉള്ളത്. കേരളത്തിലെ പോലീസുകാർ മോശമെന്നല്ല, ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട അന്വേഷണ സംവിധാനമുള്ള പോലീസാണ് കേരളത്തിലെ. അത് ഇൻവെസ്റ്റിഗേഷൻ സൈഡിൽ. പക്ഷെ ലോ ആൻഡ് ഓർഡറിലേക്ക് വരുമ്പോൾ അവർ വെറും ചട്ടുകങ്ങളാവുകയും ഈ പറഞ്ഞ മാതിരി അതുകൊണ്ട് തന്നെ DYFIക്കാരെ കൂടി തല്ലിക്കൊള്ളേണ്ട സ്ഥിതി പോലീസുകാർക്ക് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. അതിന് ഒന്നും ചെയ്യാനില്ല, ഇവർക്ക് നടപടി ഒന്നും ചെയ്യാനില്ല. കഴിഞ്ഞ ദിവസമാണ് കേരളം ഒരു വാർത്ത കേട്ട് ആദ്യം ഞെട്ടിയതും പിന്നെ ചിരിച്ചതും. അതായത് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നേരെ കണ്ണൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് KSU പ്രവർത്തകരുടെ ഒരു കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാവുകയും മന്ത്രി തന്റെ കഴുത്തിന് പരിക്കേറ്റെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. എന്നാൽ പിന്നീട് ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ മന്ത്രിയുടെ അടുത്ത് പോലും KSUക്കാർ എത്തിയിട്ടില്ല. മുദ്രാവാക്യം വിളിച്ചിട്ട് മന്ത്രിയുടെ കഴുത്തിന് വേദന വന്നോ, കഴുത്തുളിക്കോ എന്ന ചോദ്യമാണ് പിന്നീട് കോൺഗ്രസ് നേതൃത്വവും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയൊക്കെ ചോദിച്ചത്. പലരും മന്ത്രിയുടെ ആരോഗ്യവകുപ്പിനെ എതിർക്കുന്ന ആളുകൾ പോലും മന്ത്രിയുടെ ഇതിനുമായി ബന്ധപ്പെട്ട് മന്ത്രിയെ പരിഹസിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനം വന്നു. നമുക്കറിയാം, ഇതിന് പിന്നാലെ KSU പ്രവർത്തകർക്കെതിരെ എടുത്ത കേസ് വധശ്രമം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അവരിപ്പോഴും കണ്ണൂർ ജില്ലാ ജയിലിൽ കിടക്കുകയാണ്. ഇത്തരത്തിൽ ഒരു കള്ളക്കേസ് എടുത്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ആരോഗ്യ വകുപ്പിന്റെ ആ പ്രൗഢി തിരിച്ചു പിടിക്കാനാണോ സർക്കാർ ശ്രമിക്കുന്നത്? അല്ല, പാർട്ടി ശ്രമിച്ചത് അതിന് തന്നെയാണ്. കിട്ടിയൊരു ചാൻസ് വെച്ച് എന്തൊരു പ്രചരണമായിരുന്നു അസത്യ പ്രചരണം. ആരോഗ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു, ആരോഗ്യമന്ത്രിയുടെ കഴുത്തിൽ പിടിച്ചു, കൈ പിടിച്ച് ഞെരിച്ചു. ഒരു സ്ത്രീയാണ്, അവരോട് ഇങ്ങനെ ചെയ്യാമോ, ഇങ്ങനെ സമരം ചെയ്യാമോ, ഞങ്ങളും കരിങ്കുടി കാണിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ട്. ഉമ്മൻചാണ്ടിയുടെ ചോരയൊക്കെ നമ്മുടെ നെറ്റിക്കും ഒക്കെ കല്ലെറിഞ്ഞ് ചോരയൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ പലരും ഉണ്ടായിട്ടുണ്ട്. അതുപോട്ടെ, ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ പ്രധാന പ്രശ്നം അതല്ല. പ്രധാന പ്രശ്നം ആരോഗ്യവകുപ്പ് വലിയ തോതിലുള്ള വിമർശനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുക. ശരീരത്തിൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ കത്തിര അവിടെ തന്നെ ഇരിക്കും, കത്തിര എടുക്കില്ല, അല്ലെങ്കിൽ ഒരു കത്തിര ഇരുന്ന് എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ. ഹാരിസ് ഡോക്ടറെ പോലെ വളരെ ഗൗരവതരമായി ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ മുൻപോട്ട് വെച്ചവർ നിരവധി. ഇപ്പോൾ ഹർഷീന തന്നെ എത്ര കൊല്ലമായി കോഴിക്കോട് നിൽക്കുന്നു. ഞാൻ ഒപ്പമുണ്ടായെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കത്തിര എടുക്കാൻ ഒപ്പമുണ്ടായ അതല്ലല്ലോ. അപ്പോൾ ഈ ഒരു ആൾക്കെതിരെ ഒരു നടപടി പോലും ഈ ഗവൺമെന്റിന് എടുക്കാൻ പറ്റിയില്ല. അവസാനം നെടുമങ്ങാടാണ് ഒരു സസ്പെൻഷൻ വന്നത്. ആരോഗ്യത്തിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജുകൾ ഏതാണ്ട് പ്രവർത്തനരഹിതമാണ് കുറേ ദിവസമായിട്ട്. കാരണം അവിടെയൊന്നും ഡോക്ടർമാരില്ല, OP ഇല്ല, സർജറി പോലും നടക്കുന്നില്ല, മെഡിക്കൽ കോളേജിൽ എക്യുപ്മെന്റ്സ് ഇല്ല, നമ്മൾ പോയാൽ കയ്യിൽ നിന്ന് പൈസ കൊടുക്കണം. അപ്പോൾ വലിയ തോതിലുള്ള വിമർശനം ആരോഗ്യമന്ത്രിക്കെതിരെ കേരളത്തിൽ വന്നു. അവരുടെ ധാർഷ്ട്യവും ഗുരുവിൻ്റെ ധാർഷ്ട്യം അവർ ഏറ്റെടുത്ത് അവരിപ്പോഴും ചാനലിലെ ആങ്കറാന്നാണ് അവരുടെ ഒരു ധാരണ. ആരോടും ചോദ്യം ചോദിക്കുക, അവർക്ക് മറുപടി ഒന്നും പറയേണ്ട കാര്യമില്ല. അതാണല്ലോ ആങ്കറുടെ ഗുണം. ആങ്കർ മറുപടി പറയേണ്ട കാര്യമില്ല, ആങ്കർക്ക് ചോദ്യം ചോദിക്കാന്നുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാത്തിനും റിപ്പോർട്ട് മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ അവരുടെ, ഞാൻ മനസ്സിലാക്കുന്നത്, അവരുടെ ഒരു ഓഫീസിലെ 2-3 അലമാരകൾ നിറഞ്ഞു വിവിധ കേസുകളുടെ റിപ്പോർട്ട് മേടിച്ചിട്ട്, ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ റിപ്പോർട്ട് അവർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്തെങ്കിലും നടപടി എടുത്തോന്നോ, ആർക്കെങ്കിലും ശിക്ഷ കൊടുത്തോന്നോ, എന്തെങ്കിലും തരത്തിലുള്ള മുൻകരുതൽ ഉണ്ടായോന്നോ ഒന്നും നമുക്കറിയില്ല. ഇത് പറഞ്ഞാൽ ഉടനെ പറയും കേരളത്തിൽ ലോകോത്തരമായ കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. ഇനി പ്രൈവറ്റ് ആശുപത്രികളിലെ പ്രശ്നങ്ങളും ഇവരൊരിക്കലും ഏറ്റെടുത്തിട്ടില്ല. എത്രയോ കേസുകൾ പ്രൈവറ്റ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇവരേതെങ്കിലും കേസ് ഏറ്റെടുത്ത് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടാനുള്ള ഒരു ചെറിയ തരികടയാണ് കാണിച്ചത്. അതൊരു സ്ക്രിപ്റ്റായിരുന്നു. പക്ഷേ സ്ക്രിപ്റ്റിൽ പറ്റിയ എന്താ വെച്ചാൽ ചില ആക്ടർമാർ വേണ്ടത്ര ആക്ട് ചെയ്തില്ല, ചിലർ ഓവർ ആക്ട് ചെയ്തു. ഒരു നാടകത്തിൽ ചിലർ ആക്ട് ചെയ്യാതിരിക്കുകയും ചിലർ ഓവർ ആക്ട് ചെയ്യുകയും ചെയ്താൽ നാടകം പൊളിഞ്ഞു പോകും. സ്ക്രിപ്റ്റ് ഡയലോഗ് മറന്നുപോയി, ചില ഡയലോഗുകൾ മറ്റേ പ്രോംപ്റ്റർ ഓർമ്മിപ്പിക്കേണ്ടി വന്നു. അങ്ങനെയാണ്. സ്പീക്കറാണ് പ്രോംപ്റ്റർ. സ്പീക്കറുടെ അടുത്ത് ചെല്ലുന്നവരെ ഈ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. ഈ അമ്മ ഒരു കുഴപ്പമില്ലാണ്ട് ഇവരെ ചീത്ത പറഞ്ഞുകൊണ്ട് വാടാ അങ്ങോട്ട് വാടാ പോടാന്നൊക്കെ പറഞ്ഞു പോകണം. അവസാനം പത്രക്കാരോട് പറയുന്നു, സാധാരണഗതിക്ക് പത്രക്കാരെ പ്രകോപിപ്പിക്കരുതെന്ന് നമ്മള് ആളുകളോടാ പറയാം. ഇതങ്ങനെയല്ല, പത്രക്കാരോട് പറയുന്നു മേഡത്തിനെ പ്രകോപിപ്പിക്കരുത് പോലീസ്. അപ്പൊ മേഡത്തിന് മാത്രമല്ല മൊത്തം 10-30 പോലീസുകാർ നിൽക്കുന്നുണ്ട്. അപ്പൊ തന്നെ അതിൽ നിന്ന് ഏതാണ്ട് വളരെ ക്ലിയർ ആണ്, കിട്ടിയ ദൃശ്യങ്ങളിൽ നിന്നും CCTV നിന്നും ഒക്കെ തന്നെ ഇവരിന്ന് 2-3-4 കയ്യകലം വരെ ആരുമില്ല, ഒരാൾക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല, എന്തെങ്കിലും എറിഞ്ഞതായിട്ടും കാണാനില്ല. മാത്രമല്ല ഇവരുടെ എല്ലാം കരിങ്കൊടിയാണ്. എങ്കിലും ആദ്യത്തെ പ്രചരണത്തിൽ ഒരു മുൻകേറി. പിന്നെ ഇപ്പോൾ ഈ ആസ്ഥാന ഇടതുപക്ഷ ഹാൻഡിലുകൾക്ക് ഇത് പറയാനൊരു വിഷയമായി, അങ്ങനെ കിട്ടി. പക്ഷെ ആ വിഷയം ഇനി പറയാൻ പറ്റാണ്ട് വരും.
കാരണം അഭിഷേക് ഇനി പറഞ്ഞ നാണക്കേടായി. പണ്ടത്തെ കാഫിർ സ്ക്രീൻഷോട്ട് പോലെ തിരിച്ചടിക്കാനാണ് വഴി. കാരണം എന്താ വെച്ചാൽ കാഫിർ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ആരാന്നും നമുക്കറിയില്ല. യദുവിൻ്റെ കേസ് ഇവിടെ സ്ക്രീൻ എവിടെയാണെന്ന് നമുക്കറിയില്ല. അങ്ങനെ നിരവധി കേസുകൾ ഇവർ ഉണ്ടായിട്ടുണ്ട്. എന്തിനാ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ച പ്ലെയിനിലെ കേസ് പോലും ഇപ്പൊ എവിടെ എത്തിയെന്ന് നമുക്കറിയില്ല. ഇത്രയും വലിയ ഗൗരവമായിട്ടൊരു കാര്യം ചെയ്തിട്ട് മുഖ്യമന്ത്രിയെ പ്ലെയിനിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ കേസിന് ഇപ്പം എന്താ സംഭവിച്ചതെന്നുള്ളത് ആർക്കും അറിയില്ല. കേസ് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ കേസും അതിനേക്കാൾ മോശമാവും. കാരണം ഇലക്ഷനോട് വളരെ അടുത്തിട്ട് അത് ചെയ്യണം. മറ്റേ ആളുകൾ മറക്കും, ഇതത്ര പെട്ടെന്ന് മറക്കില്ല. ഇത് സംഭവിച്ചത് സ്പീക്കറുടെ അടുത്തെത്തുമ്പോഴാണല്ലോ പെട്ടെന്ന് ഇവർക്ക് ഡയലോഗ് ഓർമ്മ വരണേ, ആക്രമിച്ചു എന്നുള്ളത്. കഴുത്തിന് പെട്ടെന്ന് വേദന വരികയും ഒക്കെ ചെയ്തു. ഞാൻ അവർ അഭിനയിക്കാമെന്ന് വിചാരിക്കുന്നില്ല. അവർക്ക് കഴുത്തിന് വേദന ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് കാരണമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് EM നടത്തുന്ന ഇലക്ഷൻ പ്രചരണത്തിന് പോകുമ്പോഴൊക്കെ കോളറുണ്ട് കഴുത്തിൽ. കാരണം എന്താ വെച്ചാൽ ഒരു ആക്സിഡന്റ് പറ്റിയായിരുന്നു. അപ്പോൾ കഴുത്തിൻ്റെ ഒരു പ്രശ്നമുള്ള ആളാണ്. സെൻസിറ്റീവായ ഒരു അവയവമാണ് ഈ കഴുത്ത്. വല്ലാതെ വേഗത്തിൽ പെട്ടെന്ന് തിരിക്കുകയോ വളയ്ക്കുകയോ ഒക്കെ ചെയ്യുക, മേപ്പോട്ട് നോക്കുക, കീഴ്പോട്ട് നോക്കുക, ബഹളം ഉണ്ടാക്കുക ഒക്കെ ചെയ്താൽ കഴുത്തിന് വരും. അതാ സെൻസിറ്റീവ് ആയതുകൊണ്ട് അവർക്ക് വേദന വന്നിട്ടുണ്ടോ. പക്ഷെ കയ്യിലെ കാര്യം പിന്നെ ആളുകൾക്ക് മനസ്സിലായി. അത് അതിന് മുമ്പ് 3 ദിവസം മുമ്പുള്ള ഒരു മാർക്കാണ് അതിലുണ്ടായത്. അപ്പോൾ അത് പൊളിഞ്ഞു പോയി. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? ഇവര് ICUവിൽ അഡ്മിറ്റ് ചെയ്തു. ആ ICUവിൻ്റെ സ്ക്രീൻ എടുക്കുമ്പോഴെങ്കിലും ആ വെന്റിലേറ്റർ ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. അതുമില്ല, വെന്റിലേറ്റർ എല്ലാ സാധനവും ഓഫാണ്. ഇവരിങ്ങനെ അവിടെ പോയി കിടക്കുകയാണ്. അപ്പോൾ നാടകമാണെങ്കിലും അതിന് ചില സെറ്റിങ്സ് വേണ്ടേ, അത് ശരിക്കും ചെയ്യണ്ടേ. മുഖ്യമന്ത്രി ഇവരെ കാണാൻ ചെല്ലുന്ന അല്ലെങ്കിൽ പലരും കാണാൻ ചെല്ലുമ്പോൾ ഒന്നും തന്നെ ഒരു സാധനമില്ല. മാത്രമല്ല അവിടെ നിന്ന് സെൽഫി എടുത്ത പോസ്റ്റും കൂടി ഉണ്ട് നേഴ്സിൻ്റെ. അതിലും ഇല്ല, ഒരു യന്ത്രവും ഇവർക്ക് വേണ്ടിയില്ല. ആകെയുള്ളതൊരു ഗ്ലൂക്കോസ് ട്യൂബ് കയറ്റിയിട്ടേക്കണതാണ് ഞാൻ കാണുന്നത്. അതിപ്പോൾ ആര് ഹോസ്പിറ്റലിൽ ചെന്നാലും ആദ്യം ചെയ്യുന്നത് ഗ്ലൂക്കോസ് കയറ്റിയാണ്, കാരണം ഒരു സ്ട്രെങ്തിന് വേണ്ടി. അത് കഴിഞ്ഞു. അവിടെ നമ്മൾ സമ്മതിച്ചു. രാവിലെ 4 മണിക്ക് ICUന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു. ഞാനും നിങ്ങളൊക്കെ ആശുപത്രി കിടന്നിട്ടില്ലേ? ഏതെങ്കിലും ആൾ രാവിലെ 4 മണിക്ക് ICUന്ന് ഡിസ്ചാർജ് ചെയ്യും? ഇല്ല. ICUന്ന് പോകുന്നു. വളരെ ഗുരുതരമായ അവസ്ഥയിൽ ICUന്ന് ഒരാളെ എങ്ങനെയാണ് വിടുക? ആംബുലൻസല്ലേ വിടുക? ICUവിലെ ആംബുലൻസല്ലേ വിടാവൂ? ഇതല്ല, അവർ സ്വന്തം കാറ്, എന്നുവെച്ചാൽ മന്ത്രിയുടെ കാറിൽ, എന്നിട്ട് കുറച്ച് ദൂരം ഈ തിരുവനന്തപുരം വരെ ഏതാണ്ട് 500 കിലോമീറ്റർ ആയമ്മ ഈ കേരളത്തിലെ റോഡിൽ കൂടി കാറിൽ സഞ്ചരിച്ചു. അവർക്ക് എന്നിട്ടും കുഴപ്പമൊന്നും ഉണ്ടായില്ല. കുഴപ്പമുണ്ടാവരുതെന്ന് എൻ്റെ ഒരു ആഗ്രഹം. കാരണം അവരൊരു പാവസ്ത്രീയല്ലേ, അവരുടെ ശരീരത്തിനൊന്നും അപകടം പറ്റാൻ പാടില്ല. മന്ത്രിയാണെങ്കിലും അവരുടെ പേരിൽ ഏറെ എന്തൊക്കെ തെറ്റുണ്ടെങ്കിലും അവർക്ക് ദ്രോഹം വരരുത്. നല്ലത് പിന്നെ നമ്മുടെ ഒക്കെ ഒരു ആവശ്യമില്ലേ. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇപ്പോൾ അവിടെ ആശുപത്രിയിൽ പോയില്ല. അവിടെ കൂടുതൽ വലിയ ട്രീറ്റ്മെന്റിന് പോകുന്ന പറഞ്ഞ് പോയില്ല. ഇപ്പം ആയുർവേദ ചികിത്സ മതി എന്നാണ് കേൾക്കണേ. എന്ന് പറഞ്ഞാൽ മൊത്തം കോമഡി ആയിപ്പോയി എന്നുള്ളതാണ്. എന്തായാലും ട്രാജഡി ആയില്ല എന്നുള്ള സങ്കടം നമുക്കുള്ളത്. അതായത് കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ 1 ആരോഗ്യ മേഖലയാണെന്ന് പറയുന്നുണ്ട്. നമുക്ക് അംഗീകരിക്കാം. കാരണം മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ആരോഗ്യ മേഖല മികച്ച ആരോഗ്യ മേഖല. പക്ഷെ അത് ഒരു 2016 അധികാരത്തെ പിണറായി സർക്കാരിന്റെ മികവ് കൊണ്ടല്ല, കേരള സംസ്ഥാനം രൂപീകരിച്ചത് മുതൽ മാറി മാറി വന്ന സർക്കാരുകളുടെ മികവ് കൊണ്ടല്ലേ കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ 1 ആയത്? യഥാർത്ഥത്തിൽ കേരളത്തിൽ വന്ന സർക്കാരുകളുടെ മികവ് കൊണ്ട് മാത്രമല്ല, കേരളത്തിനൊരു ചരിത്രമുണ്ട്. കേരളത്തിലെ പൊതു ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുന്നത് യഥാർത്ഥ രാജഭരണകാലത്ത് പോലുമുണ്ട്. രാജഭരണകാലത്ത് ആരോഗ്യവും വിദ്യാഭ്യാസവും കേരളത്തിനൊരു ഹിസ്റ്ററിയുണ്ട്. മാത്രമല്ല, കേരളത്തിലെ നവോത്ഥാന നായകന്മാർ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ശ്രീനാരായണ ഗുരുദേവനായാലും മഹാത്മാ അയ്യങ്കാളിയായാലും അല്ലെങ്കിൽ പൊയ്കയിലപ്പച്ചനായാലും അതുപോലെ എല്ലാവരും ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്, ശുചിത്വം. ശുചിത്വത്തിലാണ് അവരെല്ലാവരും ഊന്നൽ നൽകിയത്. ശുചിയായിരിക്കണം, അത് ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ നവോത്ഥാനത്തിൻ്റെ ശുചിത്വ ബോധം ഒരു വശത്ത്, മിഷണറിമാരുടെ അതുപോലെയുള്ള ആളുകളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച വിദ്യാഭ്യാസത്തിലൂടെ ഉണ്ടായ ഒരു ആരോഗ്യബോധം, അതിനൊക്കെ ശേഷം ഗൾഫ് പണം അതുപോലെയുള്ള സ്വാധീനങ്ങൾ, ഇടതുപക്ഷ സ്വാധീനം ഒക്കെ ഉണ്ട് അതിനകത്ത്. ഇടതുപക്ഷത്തിനൊക്കെ സ്വാധീനം ഇല്ല എന്ന് പറഞ്ഞാൽ, ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് മാത്രമല്ല, ഇപ്പോൾ നെഹ്റുവിയൻ ഇടതുപക്ഷം എന്നൊക്കെ പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതും ഈ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം. അപ്പോൾ നല്ലൊരു പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഉണ്ട്, മുമ്പേ ഉണ്ട്. അത് ഈ 2016 ശേഷം ഹെൽത്ത് സിസ്റ്റം എന്തെങ്കിലും വലിയ മെച്ചമുണ്ടായിരുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇതിനു മുമ്പും മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ, നിങ്ങൾ പറഞ്ഞ പോലെ പല ഗവൺമെൻറ്റുകളും ആ പ്രൈമറി ഹെൽത്ത് സിസ്റ്റം മുതൽ 3 ടയർ നമ്മൾ പറയില്ലേ, പ്രൈമറി, സെക്കൻഡറി, താലൂക്ക്, ജില്ല, അത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജ്, ഇതിവിടെ ഉണ്ടായിരുന്നു, ഇതിവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ പ്രശ്നം അതിന് വേണ്ട ഫണ്ട് അതാത് കാലത്ത് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും സംവിധാനങ്ങളുള്ളപ്പോൾ എന്നിട്ടും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ചികിത്സയ്ക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ 100 രൂപ ചികിത്സയ്ക്കും മരുന്നിനും ഒക്കെ ആയിട്ട് കേരളത്തിൽ ചിലവാക്കുന്നുണ്ടെങ്കിൽ അതിൽ 70 രൂപയും
ഓരോ വ്യക്തികളുടെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ ആവാം പോക്കറ്റിൽ നിന്നാണ് പോകുന്നത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ള സ്ഥലം കേരള. അത് നമ്മൾ നമ്പർ 1 പറയുമ്പോൾ അതിലൊരു നമ്പർ 1 നമ്മൾ ആരോഗ്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് പണം മുടക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ ബാക്കി 30% ഇവിടെ വരുന്നുള്ളൂ. 30% ചിലവ് എവിടെ വരുന്നുള്ളൂ, ഒരു സൗജന്യമായിട്ട് കിട്ടുന്നുണ്ടാവാം. അതുകൊണ്ട് കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടാവും. പാവപ്പെട്ട മനുഷ്യർക്ക് ഇപ്പോഴും അവിടെ തന്നെയാണ്. നമ്മുടെ മന്ത്രിമാർക്കൊന്നും വിശ്വാസമില്ലെങ്കിലും സാധാരണ മനുഷ്യർക്ക് ഇപ്പോഴും പൊതു ആരോഗ്യ സംവിധാനം തന്നെയാണ്. അവിടെ വേണ്ടത്ര മരുന്നില്ല, അവിടെ വേണ്ടത്ര സ്റ്റാഫില്ല. മരുന്നില്ല എന്നുള്ളതല്ല, സ്റ്റാഫില്ല. പലപ്പോഴും യന്ത്രം വാങ്ങി വയ്ക്കും, കെട്ടിടം വാങ്ങി പടുത്തിടും. കെട്ടിടം പണിയുന്നതിൽ ഇവർ 1ാം സ്ഥാനം, യാതൊരു സംശയമില്ല. കാരണം ഒരാളുകളുള്ളിടത്തോളം എത്ര കെട്ടിടം വേണ്ടി നമുക്ക് പണിയാം. അതൊക്കെ കമ്മീഷൻ വ്യവസ്ഥയിൽ യന്ത്രം വാങ്ങുകയും ചെയ്യും. പക്ഷേ സ്റ്റാഫിനെ നിയമിക്കില്ല. ഇപ്പോഴും ആയുഷ് അതുപോലെയുള്ള താൽക്കാലിക നിയമനത്തിലാണ് പല സ്റ്റാഫ് ഉള്ളത്. എത്ര പോസ്റ്റാണ് കേരളത്തിൽ ഒഴിഞ്ഞെടുക്കുന്നതെന്ന് വെച്ചാൽ അത് പറയാൻ പറ്റില്ല. നമ്മുടെ നേഴ്സുമാരൊക്കെ അമേരിക്കയിലേക്കും ജർമ്മനിയിലേക്കും പോവുകയാണ്. നമുക്ക് ഇവിടെ ജോലി കിട്ടണമെങ്കിൽ അവരാരും പോവില്ല. കേരളത്തിൽ ജോലി കിട്ടുകയാണെങ്കിൽ, സർക്കാർ ജോലി കിട്ടുകയാണെങ്കിൽ ഒരു നേഴ്സ് ഇവിടുന്ന് പോവില്ല. കാരണം നല്ല താരതമ്യേന മെച്ചപ്പെട്ട ശമ്പളമുള്ള ഒരു സ്ഥലം. പക്ഷേ അതിനാളില്ല. ഇപ്പോൾ ഒരു ICUവിൽ എത്ര നേഴ്സ് വേണം, ഒരു വാർഡിൽ എത്ര നേഴ്സ് വേണം എന്നുള്ള കണക്ക് നമ്മൾ എടുത്താൽ, കണക്കൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ 4-1 പോലും ആളുകളില്ല. ഇത്ര ആളുകൾക്ക് എത്ര ഡോക്ടർമാർ വേണം, ഇത്ര രോഗികൾക്ക് എത്ര ഡോക്ടർമാർ വേണം. ഇപ്പം മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. അവരുന്നയിക്കുന്ന ഒരു കാര്യം, അവരുടെ ശമ്പളവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഡോക്ടർ എത്ര പേഷ്യൻറ്റിനെ നോക്കും ഒരു ദിവസം, ഒരു കണക്കില്ലേ? അതുപോലെ ഒരു നേഴ്സിനെ എത്ര പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, IP ആണെങ്കിലും ഒക്കെ. അതുകൊണ്ട് അതുപോലെ ടെക്നീഷ്യൻ. പിന്നെ പലപ്പോഴും വെള്ളം ഉണ്ടാവില്ല, കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ പോണതായിരിക്കും ചില സ്ഥലത്തൊക്കെ. കോട്ടയത്ത് അങ്ങനെയാണല്ലോ, കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീട്ടും. അതുകൊണ്ട് ആരോഗ്യ സംവിധാനം മോശമാണെന്ന് ഞാൻ പറയില്ല കേരളത്തിലെ, പക്ഷേ അത് മോശമാക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഈ പ്രശ്നം വരുന്നത്. ഇപ്പോൾ കത്രിക മറന്നു പോകുന്നതും ഇപ്പോൾ ICUവിൽ സ്ത്രീകൾക്കെതിരെ സെക്സ്വൽ ഹറാസ്മെന്റ് നടക്കുന്നു, ആംബുലൻസിൽ നടക്കുന്നു. ഇതൊക്കെ കേരളീയരുടെ പെർവേർഷനാണ്, സമ്മതിക്കാം. പക്ഷെ എൻ്റെ ചോദ്യം, ഇവർക്കെതിരെ എന്ത് നടപടി എടുത്തു? ഇവർക്കെതിരെ ഈ തെറ്റ് കണ്ടാൽ, തെറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ആരോഗ്യമന്ത്രി ചോദിക്കുന്നത് പോലെ ഞാനല്ല ഓപ്പറേഷൻ ചെയ്യുന്നത്, ഞാനല്ല ഓപ്പറേഷൻ ചെയ്യാൻ പഠിപ്പിച്ചത്, അതൊക്കെ ശരിയാ. പക്ഷെ ആരോഗ്യമന്ത്രിക്ക് ഒരു റോളുണ്ട്. എന്താ? ഇതിൽ കുറവുണ്ടെങ്കിൽ പരിഹരിക്കൽ. നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാഫിന്റെ കുറവ്, മരുന്നിന്റെ കുറവ്, അതൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കൽ. 2, ഇതുപോലെയുള്ള തെമ്മാടിത്തരം ചെയ്യുന്ന ആളുകളെ ശിക്ഷിക്കൽ, അവരെ മാറ്റി നിർത്തി ശിക്ഷിക്കണം. അതിനെന്തെങ്കിലും ചെയ്തു? അത് 2ഉം ചെയ്തില്ല. അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് നമ്പർ 1 ആണെന്ന് പറയുമ്പോൾ പോലും വേറെ ദോഷകരമായ ചില കാര്യങ്ങളിലും നമ്പർ 1 ആവുന്നത്. അതാണ് പ്രശ്നം. നമ്പർ 1 ആണ് പലതരത്തിൽ.